السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. يقول المصنف رحمه الله: وينجس قليل الماء وهو ما دون القلتين حيث لم يكن واردا بوصول نجس إليه يرى بالبصر المعتدل غير معفو عنه في الماء ولو معفوا عنه في الصلاة. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വുളൂഇലെ ഷർത്തിൽ നിന്നും ഒന്നാമത്തേതാകുന്ന മുത്ലഖായ വെള്ളം ആയിരിക്കുക എന്നുള്ളതിന്റെ അവസാന ഭാഗങ്ങളിലാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ: ഒന്ന്, 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേരലുകൊണ്ട് തന്നെ അത് ഉപയോഗശൂന്യമാവും എന്നുള്ളതിനെക്കുറിച്ചും, എന്നാൽ വെള്ളത്തിൽ വിടുതി ചെയ്യപ്പെടുന്ന ചില നജസുകൾ, അവയെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം, 2 കുല്ലത്ത് വെള്ളം, ഈ വെള്ളങ്ങൾ നജസായി കഴിഞ്ഞാൽ അതിനെ ശുദ്ധീകരിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ദർസിൽ നമുക്ക് പഠിക്കാനുള്ളത്. മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു: വയൻജുസു ഖലീലുൽ മായി, കുറഞ്ഞ വെള്ളം മാലിന്യമാകുന്നതാണ്, നജസാകുന്നതാണ്. വഹുവ, കുറഞ്ഞ വെള്ളം, മാ ദൂനൽ ഖുല്ലത്തൈനി, 2 കുല്ലത്തിന്റെ താഴെയുള്ള വെള്ളമാണ്. നാം മുമ്പ് വിവരിച്ചിരുന്നു, 2 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 200 ലിറ്റർ വെള്ളമാണ്. അപ്പൊ 200 ലിറ്റർ വെള്ളമോ അതിനേക്കാൾ കൂടുതലോ ഉള്ള വെള്ളത്തിനെ കുറിച്ച് 2 കുല്ലത്ത് വെള്ളം എന്ന് പറയപ്പെടാവുന്നതാണ്. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞതായ വെള്ളം അത് 2 കുല്ലത്തിൽ കുറഞ്ഞ വെള്ളമാണ്. ആ വെള്ളം നജസാകുന്നതാണ്. ഹൈസു ലം യകുൻ, ആ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം ആകാത്ത സന്ദർഭങ്ങളിൽ, വാരിദൻ, നജസിന്റെ മേലിൽ അത് വരുന്നതാവാത്ത സന്ദർഭത്തിൽ നജസാകുന്നതാണ്. എന്തുകൊണ്ടാണ് നജസാകുക? ബി വുസൂലി നജസിൻ ഇലൈഹി, ആ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലേക്ക് നജസ് ചേരലുകൊണ്ട്. എങ്ങനത്തെ നജസാണ്? യുറ, അതിനെ കാണപ്പെടും, ദർശിക്കപ്പെടും. ബിൽ ബസരിൽ മുഅ്തദിലി, ശരിയാം വിധം കാഴ്ചയുള്ള ഒരു വ്യക്തിയുടെ കാഴ്ച കൊണ്ട്, അതല്ലെങ്കിൽ കണ്ണുകൊണ്ട്, എന്തായാലും അർത്ഥം തന്നെ. അപ്പൊ എന്ന് പറഞ്ഞാൽ നജസിനെ നോക്കാൻ വേണ്ടി പ്രത്യേകമായൊരു കണ്ണടൊന്നും തയ്യാർ ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ കണ്ണിന് യാതൊരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിന് പൂർണ്ണമായ കാഴ്ചയുള്ള വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കാഴ്ച കൊണ്ട് കാണപ്പെടാൻ കഴിയുന്ന ഒരു നജസ്, ആ നജസ് ചേരലുകൊണ്ട് 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസാകുന്നതാണ്. പക്ഷെ അതിനൊരു നിബന്ധന പറഞ്ഞു. ഏത് സമയത്ത്? ഹൈസു ലം യകുൻ വാരിദൻ, ഈ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം അത് നജസിന്റെ മേലിൽ വരാത്ത സന്ദർഭങ്ങളിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ ഒരാൾ നജസ് ഇട്ട് കഴുകി,
അതല്ലെങ്കിൽ എന്തെങ്കിലും നജസ്സുകൾ ശേഷം വരാൻ പോകുന്ന കുറച്ച് നജസ്സുകളുണ്ട്, ആ നജസ്സുകൾ അതിലേക്ക് വീണു, 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലേക്ക് വീണു, എന്നാൽ നജസ്സാകും. പിന്നെ അവിടെ പകർച്ച പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പകർച്ച ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, എങ്ങനെയായാലും ശരി ഈ നജസ് ചേരല് കൊണ്ട് തന്നെ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസാകുന്നതാണ്. ഇനി നജസാകാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? ഈ നജസിന്റെ മേലിൽ നാം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അപ്പോൾ ആ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസാകുന്നതല്ല. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരാള് ഒരു ജഗ്, ഈ ജഗ്ഗിൽ നിന്നും അദ്ദേഹം ഒരു ചത്ത ശവം, നജസായൊരു ശവം, ആ ശവത്തിന്റെ മേൽ വെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെ ഒഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വെള്ളം ആ ശവവുമായി ചേരുന്നുണ്ട്, തട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്താകൂല, ഈ വെള്ളം നജസാകൂല. അതൊരു ഉദാഹരണം. അതുപോലെ തന്നെയാണ് നാം നജസിനെ വൃത്തിയാക്കുന്ന, നാം എല്ലാവരും ഇന്ന് സാധാരണഗതിയിൽ നജസ് വൃത്തിയാക്കുന്ന രൂപം അതെങ്ങനെ? തന്റെ വസ്ത്രത്തിൽ അല്പം രക്തമായി എന്ന് വെക്കുക. അങ്ങനെ രക്തമാകുന്ന സമയത്തിൽ ഈ രക്തം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ ആ വസ്ത്രം ഇട്ട് കഴുകിയാൽ മൊത്തത്തിൽ നജസാവും. നാം സാധാരണഗതിയിൽ കഴുകാറുള്ളത് അങ്ങനെയല്ല. എങ്ങനെയാണ് കഴുകാറുള്ളത്? ഈ രക്തം ആയ വസ്ത്രത്തിന്റെ മുകളിൽ എന്തു ചെയ്യും? ജഗ്ഗിൽ എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം എടുത്തിട്ട് ഒഴിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഒഴിക്കുന്ന സന്ദർഭത്തിൽ ഈ നജസിന്റെ മേലിൽ ഒഴിച്ച വെള്ളം താഴേക്ക് വരുമ്പോൾ അത് നജസാകുന്ന രൂപമുണ്ട്, താഹിറായി വരുന്ന രൂപമുണ്ട്. അതെങ്ങനെയാണ്? അതായത് നാം കഴുകുന്ന നജസ്, ഈ നജസിനെ കഴുകിയ സന്ദർഭത്തിൽ ഈ കഴുകിയതിന് ശേഷം താഴോട്ട് വരുന്ന വെള്ളം ഈ നജസിന്റെ പകർച്ചയുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നജസിന്റെ തടിയിൽ നിന്നും അതിന് അല്പം തൂക്കം, വെള്ളത്തിന് കുറച്ച് അല്പം തൂക്കം കൂടുതലായിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അത് നജസ് തന്നെയാണ്. പിന്നെ താഹിറായി വരുന്ന രൂപം, ഈ മഹല്ല്, നാം കഴുകുന്ന ഈ സ്ഥലം, നജസിനെ വൃത്തിയാക്കുന്ന ആ നജസ് അത് ശുദ്ധിയായി കഴിഞ്ഞാൽ താഴോട്ട് വരുന്ന വെള്ളം എന്തെന്നെയാണ്? ശുദ്ധിയുള്ളതാണ്. ശുദ്ധിയുള്ളതെന്ന് പറഞ്ഞാല് അത് താഹിറാണ്, എന്തല്ല തൊഹൂറല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. നാം നജസ് കഴുകി, ആ നജസ് കഴുകിയതായ സന്ദർഭത്തിൽ നജസ് അവിടെ വൃത്തിയായിട്ടുണ്ട് വസ്ത്രത്തിൽ. അങ്ങനെ പിന്നീട് ആ സമയത്ത് വരുന്ന താഴോട്ട് വരുന്ന വെള്ളം അത് താഹിറാണ്. അതല്ലാതെ അതൊരു ബക്കറ്റിൽ ശേഖരിച്ചിട്ട് പിന്നെ അതുകൊണ്ട് വുദു എടുക്കാൻ പറ്റൂല എന്ന് നാം മനസ്സിലാക്കണം. താഹിറാണ്, എന്തല്ല തൊഹൂറല്ല, ശുദ്ധിയുള്ള തന്നെ. അത് ശരീരത്തിലായി എന്നുള്ളത് കൊണ്ടൊന്നും എന്തില്ല, പ്രശ്നം ഇല്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. എങ്ങനത്തെ നജസാണ്? യുറാബിൽ ബസരിൽ മുഅ്തദിരി ഗൈരി മഅഫുവിൻ അൻഹു ഫിൽ മാഇ. ആ നജസിനെ തൊട്ട് വെള്ളത്തിൽ വിടുതി നൽകപ്പെട്ടിട്ടില്ല, അങ്ങനത്തതായ നജസ്. വലൗ മഅഫുവൻ അൻഹു ഫിസ് സ്വലാത്തി, നിസ്കാരത്തിൽ അതിനെ തൊട്ട് വിടുതി ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ശരി, ചില നജസുകൾ അത് നിസ്കാരത്തിൽ അഫു ഉണ്ടാകും. ഈ അഫു എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി, സാധാരണ നമ്മൾ ഉപയോഗിക്കല അഫു എന്ന് പറഞ്ഞാൽ വിടുതി എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രശ്നമില്ലാത്ത രൂപത്തിലുള്ള ഒരു സമീപനം, അതിന് അഫു എന്ന് പറയാം. അപ്പൊ അങ്ങനെ നിസ്കാരത്തിൽ അഫു ചെയ്യപ്പെട്ടതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ അല്പം രക്തം എന്തുണ്ട്? അത് നിസ്കരിക്കുന്നവന്റെ ശരീരത്തിൽ ഉണ്ടായാൽ പ്രശ്നം ഇല്ല. പക്ഷേ ഈ അല്പം രക്തമാണെങ്കിലും ശരി, 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ തന്റെ കയ്യിൽ നിന്നും അല്പം രക്തം തെറിച്ചു വീണാലും 2 കൊല്ലത്ത് വെള്ളം നജസാകുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ മുസന്നിഫിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഗൈരിഹി, പിന്നെ മുസന്നിഫ് പറയാണ് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസാകും. കഗൈരിഹി, ആ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം അല്ലാത്തത് നജസാകും പോലെ തന്നെ. കഗൈരിഹി എന്നുള്ള ആ വാക്കിന്റെ ഇബാറത്തിന്റെ അർത്ഥം വെക്കണമെങ്കിൽ മലയാളത്തിൽ എത്ര സംസാരിക്കണം. അതാണ് അറബി മലയാളം തമ്മിലുള്ള വ്യത്യാസേ. കഗൈരിഹി എന്നുള്ള വാക്കിന് നമുക്ക് മലയാളത്തിൽ ഒരുപാട് സംസാരിക്കേണ്ടി വന്നു. കഗൈരിഹി, 2 കൊല്ലത്തിൽ
താഴെയുള്ള വെള്ളം അല്ലാത്തത് നജസാകും പോലെ തന്നെ ആ ഗൈർ അല്ലാത്തത് ഏതിനാൽ മിൻ റത്ബിൻ ഈർപ്പമുള്ള വസ്തുക്കൾ വമാഇൻ ദ്രാവക പദാർത്ഥങ്ങളാലും. അപ്പോ റത്ബ് എന്ന് പറഞ്ഞാൽ അത് ഈർപ്പമുള്ള നനവുള്ള വസ്തുക്കൾ. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊരു ഐസും കട്ടെടുക്കാം. ഐസ് അത് കട്ടയാണല്ലോ, അത് ദ്രാവകമാകും. പക്ഷെ അത് ഉറച്ചു കഴിഞ്ഞാൽ, ഐസ് ഉറച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ദ്രാവകം എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് മീൻ റത്തുബിൻ അതിനൊരു ഐസ് എന്നുള്ള ഉദാഹരണം എടുത്തു എന്ന് മാത്രം. അപ്പൊ ഈർപ്പമുള്ള വസ്തുക്കളാൽ, അപ്പൊ ഈ ഈർപ്പമുള്ള വസ്തുക്കൾ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്പം നജസായി കഴിഞ്ഞാൽ തന്നെ അത് മുഴുവനും എന്തായി? നജസായി മാറും എന്ന് നാം മനസ്സിലാക്കണം. വമാഇൻ ദ്രാവക വസ്തുക്കളാലും. ഇവിടെ റത്ബ് എന്നുള്ളതിന്റെ മേലിൽ മാഇൻ എന്നുള്ളതിനെ അത്ഫ് ചെയ്തിട്ടുണ്ട്. ആ അത്ഫ് ചെയ്തത് ആമിന ഖാസിന്റെ മേൽ അത്ഫാണ്. അതായത് എല്ലാ മാഇഉം എന്തു തന്നെയാണ്? റത്ബ് തന്നെയാണ്. കാരണം എല്ലാ ദ്രാവക വസ്തുക്കളും അതെന്തന്നെയാണ്? ഈർപ്പമുള്ളതാണ്. പക്ഷെ എല്ലാ ഈർപ്പമുള്ള വസ്തുക്കളും എന്തല്ല? മാഇ ആയിരിക്കണം എന്നില്ല. ഇപ്പൊ ദ്രാവക വസ്തുക്കൾ അതിനുള്ള ഉദാഹരണം ഏതാണ്? എണ്ണ, അതുപോലെ നെയ്യ് കട്ടയായതല്ല, കട്ടയാകുന്നതിന്റെ മുമ്പ്. അതുപോലെ എണ്ണ, അതുപോലത്തെ അസീർ, ജ്യൂസ്, ഇതുപോലത്തെ ദ്രാവക വസ്തുക്കൾ. ഈ ദ്രാവക വസ്തുക്കളൊക്കെ എന്തു ചെയ്യും? 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസാകുന്നത് പോലെ തന്നെ നജസാകും. വഇൻകസുറ, ഇവിടെയുള്ള പ്രത്യേകത എന്താണ്? വഇൻകസുറ, അതെത്ര അധികരിച്ചാലും ശരി. ഇതാണ് വെള്ളവും ദ്രാവക വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം. വെള്ളം 2 കൊല്ലത്തോ 2 കൊല്ലത്തിൽ കൂടുതലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നജസ് ചേരൽ കൊണ്ട് നജസാകുന്നില്ല. അവിടെ പകർച്ചയായാൽ മാത്രമേ നജസാവുള്ളൂ. എന്നാൽ ദ്രാവക വസ്തുക്കൾ അങ്ങനെയല്ല. ദ്രാവക വസ്തുക്കളിൽ നിന്നും താഹിറായവ നജസ് ചേരൽ കൊണ്ട് തന്നെ എന്താവും? നജസായി പോകും. വളരെ ശ്രദ്ധിക്കണം നാം ആ വിഷയം. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു കല്യാണ സദ്യ നടക്കുകയാണ്. ആ സമയത്ത് നല്ല 2 ചെമ്പ്, 2 കൊല്ലത്തിനേക്കാൾ കൂടുതലുള്ള വലിയ വലിയ ചെമ്പുകൾ, ആ ചെമ്പിൽ നിറയെ ജ്യൂസ് കലക്കി വെച്ചിരിക്കുക. ഇപ്പുറത്ത് ഉള്ളി വെട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ തട്ടി അല്പം രക്തം അതിലേക്ക് തെറിച്ചു വീണാൽ മൊത്തത്തിൽ നജസായി. പിന്നെ നമ്മളത് സാരല്ല, അപ്പൊ പ്രശ്നമൊന്നുമില്ല, അത് അവിടുന്ന് വൽപ്പടം മുക്കിക്കളഞ്ഞാൽ മതി എന്ന് തീരുമാനിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നജസായ സാധനം ഭക്ഷിക്കൽ ഹറാമാണ്. അപ്പൊ നാം പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കണം. റത്ബ്, ഈർപ്പമുള്ള വസ്തുക്കൾ, അതുപോലെ ദ്രാവക വസ്തുക്കൾ, ആ വസ്തുക്കളിൽ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നജസ് ചേർന്നാൽ നജസാകുന്നത് പോലെ തന്നെ നജസാകുന്നതാണ്. ലാ ബി വുസൂലി മൈതത്തിൻ ലാ ദമ ലിജിൻസിഹാ സായിലുൻ ഇൻദ ശഖ്ഖി ഉദ്വിൻ മിൻഹാ. എന്തുകൊണ്ടല്ല? ലാ ബി വുസൂലി മൈതത്തിൻ, ഒരു ശവം ചേരൽ കൊണ്ട് നജസാകുന്നതല്ല. എങ്ങനത്തെ ശവമാണ്? ലാ ദമ ലിജിൻസിഹ, അതിന്റെ വർഗത്തിനിക്ക് രക്തം എത്തിക്കപ്പെട്ടിട്ടില്ല. എങ്ങനത്തെ രക്തം? സായിലുൻ, ഒലിക്കുന്ന രക്തം. ഇൻദ ശഖ്ഖി ഉദ്വിൻ മിൻഹാ, ആ ശവത്തിൽ നിന്നും ഒരു അവയവത്തെ വേർപ്പെടുത്തുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ മുറിയാക്കുന്ന സന്ദർഭത്തിൽ, കീറുന്ന സന്ദർഭത്തിൽ, ആ സമയത്ത് അതിനിക്ക് ഒലിക്കുന്ന രക്തമില്ലാത്ത ശവമാണോ? എന്നാൽ അത് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ദ്രാവക വസ്തുക്കൾ അവകളിലേക്ക് ചേർന്നാൽ നജസാകുന്നതല്ല. ഇവിടെ ഇൻദ ശഖ്ഖി ഉദ്വിൻ മിൻഹ, അതിൽ നിന്നും ആ ശവത്തിന്റെ ഒരു അവയവത്തെ വേർപ്പെടുത്തുന്ന അതല്ലെങ്കിൽ കീറുന്ന സന്ദർഭത്തിൽ, ഇത് എപ്പോ? ചത്തതിന് ശേഷമല്ല, ശവമായതിന് ശേഷമല്ല, ജീവിതകാലത്ത് വേർപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അതിന് ഒലിക്കുന്ന രക്തം ഇല്ലാതിരിക്കണം. ഏതുപോലെ ഇവിടെ മുസന്നിഫ് ഉദാഹരണം പറയുന്നു. കഅഖറബിൻ, തേള് പോലെ, വവസഇൻ, പല്ലി പോലെ. അപ്പൊ പല്ലി, തേള് ഇവകൾക്ക് എന്തില്ല? ഒലിക്കുന്ന രക്തമില്ല എന്ന്
പരീക്ഷണത്തിലൂടെ അതല്ലെങ്കിൽ ഒരു അറിവിലൂടെ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അഖറബിൻ വവസഇൻ. എന്നാൽ ഈ അഖറബ് വസഇ ഇങ്ങനെ ഒലിക്കുന്ന രക്തമില്ലാത്ത വസ്തുക്കൾ, ഈ വസ്തുക്കൾ ശവമായിട്ട് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലേക്ക് ചേർന്നാൽ നജസാകുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിന് ഉദാഹരണം പറഞ്ഞു കഅഖറബിൻ വവസഗിൻ. വസഗിൻ അവിടെ പുള്ളിണ്ട്. വവസഗിൻ പല്ലി പോലെ. അപ്പൊ പല്ലി തേള് പോലെ. പിന്നെ ഇല്ലാ ഇൻ തഗയ്യറ മാ അസാബതുഹു, ഇല്ലാ ഇൻ തഗയ്യറ പകർച്ചയായാലൊഴിച്ച് മാ ഒരു വെള്ളം. എങ്ങനത്തെ വെള്ളമാണ്? അസാബത്ത് ആ ശവം എത്തിയിരിക്കുന്നു ഹു ആ വെള്ളത്തിനിക്ക്. അപ്പൊ ഈ ശവം വീണ വെള്ളം കൊണ്ട്, അത് ഒലിക്കുന്ന രക്തം ഇല്ലാത്തതാണെങ്കിലും ശരി, പകർച്ച വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? അത് നജസാകുന്നതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. വലൗ യസീറൻ, ആ പകർച്ച വളരെ കുറവാണെങ്കിലും ശരി, ഫഹീനൈദിൻ യൻജുസു, ആ സന്ദർഭത്തിൽ നജസാകുന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം, അതുപോലെ ദ്രാവകമായ പദാർത്ഥങ്ങൾ, അവകളിലേക്കൊക്കെ നജസ് ചേരല് കൊണ്ട് തന്നെ നജസാകുമെന്നും, എന്നാൽ ഒലിക്കുന്ന രക്തമില്ലാത്ത വസ്തുക്കളുടെ ശവം ചേർന്നാൽ നജസാവുകയില്ല എന്നുമാണ് പറഞ്ഞത്. ആ സന്ദർഭത്തിൽ തന്നെ ഈ ഒലിക്കുന്ന രക്തമില്ലാത്ത വസ്തുക്കൾ ചേർന്ന് പകർച്ച വന്നു കഴിഞ്ഞാൽ അപ്പോൾ നജസാവുകയും ചെയ്യും. ഇനി ലാ സർത്താനിൻ വളിഫ്ദഇൻ, തേള് പോലെ, പക്ഷെ ഏതല്ല ലാ സർത്താനിൻ വളിഫ്ദഇൻ, ഞണ്ട്, അതുപോലെ തവള, ഇവകളെ കൊണ്ട് എന്താവും? ഇവകളൊന്നും ഇതിൽ പെടൂല എന്ന് പറഞ്ഞാൽ ഇവകൾ ചേർന്നാൽ നജസാവും. ഇവകൾ ഒലിക്കുന്ന രക്തമുള്ള വസ്തുക്കൾ തന്നെയാണ്. ഫയൻജുസു ബിഹിമ, ഇവ 2 കൊണ്ടും നജസാകുന്നതാണ്. ഖിലാഫൻ ലിജംഇൻ, ഒരു കൂട്ടം പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അവർക്ക് എതിരായിട്ട് ഇതിന്റെ പ്രബലമായ അഭിപ്രായം ഇതിങ്ങനെ നജസാകും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ പാമ്പൊക്കെ ഒലിക്കുന്ന രക്തമുള്ള വസ്തുവിൽപ്പെട്ട ജീവികളിൽപ്പെട്ടതാണ്. അപ്പൊ അതൊക്കെ ചത്തു വീണാൽ എന്താകും? നജസാകും എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. പിന്നീട് മുസന്നിഫ് പറയുന്നു, വലാ ബിമൈതത്തിൻ, ഒരു ശവം കൊണ്ടുമല്ല. അതായത് ലാ ബി വുസൂലി മൈത്തത്തിൻ എന്ന് പറഞ്ഞാൽ ആദ്യം ലാ ബി വുസൂലി മൈത്തത്തിൻ ലാ ദമലി ജിൻസിഹാ സായിലുൻ, അവിടെ കത്ഫായിട്ട് വലാ ബി മൈത്തത്തിൻ, ഒരു ശവം കൊണ്ടും, ഒരു ശവം ചേരല് കൊണ്ടും നജസാകുന്നതല്ല. എങ്ങനത്തെ ശവമാണ്? കാന നശ്ഉഹാ മിനൽ മായി, അതിന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. വെള്ളത്തിൽ ഉത്ഭവിച്ച് വെള്ളത്തിൽ ജീവിക്കുന്ന വസ്തു അത് ചത്തു, എന്നാൽ എന്താവൂല? ആ വെള്ളം നജസാകുന്നതല്ല. ഏതുപോലെ? കൽ അലഖി, അട്ട പോലെ. ഇത് അട്ട ഒരു ഉദാഹരണമാണ്. അതുപോലെ വെള്ളത്തിൽ ചിലപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ജീവിക്കുന്ന ചില പുഴുക്കളുണ്ടാകും. അതുപോലത്തെ എന്ത് വസ്തുട്ടെ എത്ര അധികരിച്ചാലും ശരി, അത് ചത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ എന്തുണ്ടാകാൻ പാടില്ല? പകർച്ച സംഭവിക്കാൻ പാടില്ല കേട്ടോ. ഇനി പറയുന്നത് മറ്റൊരു വിഷയമാണ്. വലൗ തുരിഹ ഫീഹി മൈതത്തും മിൻ ദാലിക, ഈ പറയപ്പെട്ട വസ്തുക്കളിൽ നിന്നും ഒരു ശവത്തെ ഇടപെട്ടാൽ നജസ, അപ്പോൾ ആ വെള്ളം നജസാവുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതെന്താണ്? ശവം അത് സ്വയം വീഴുക എന്ന് പറഞ്ഞാൽ കാറ്റടിച്ച് അതിൽ വന്ന് വീണു, അതല്ലെങ്കിൽ ചുമരിലൊക്കെ ആയിരുന്നു. ഇപ്പൊ പല്ലി അതുപോലത്തെ വസ്തുക്കൾ ചുമരില് ഉണ്ടായിരുന്നു, അങ്ങനെ പെട്ടെന്ന് ചത്ത് അത് എന്ത് ചെയ്യുന്നു? 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലേക്ക് വീണു. അതല്ലെങ്കിൽ നമുക്കറിയില്ല എങ്ങനെ വീണത്, കരുതി കൂട്ടി ഇടരുത് എന്നർത്ഥം. അപ്പോൾ ഒരാള് എന്തു ചെയ്തു?
ഒരു ശവം, ചത്തതായൊരു ശവത്തെ അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണ പ്രകാരം അദ്ദേഹം 2 കൊല്ലം താഴെയുള്ള വെള്ളത്തിലേക്ക് ഇട്ടു എന്ന് വെക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ വെള്ളം നജസാകും എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ജീവനോടുക്കനെ ഇട്ടതിന് ശേഷം പിന്നീട് ചത്താലോ അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇടുന്ന സമയത്ത് ശവത്തിന് നമ്മൾ ഇടരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ ചായ കാച്ചുന്ന സന്ദർഭത്തിൽ അപ്പുറത്ത് പഞ്ചസാരപാത്രം ഉണ്ടാവും, പഞ്ചസാരയുടെ പാത്രം ഉണ്ടാവും. ഈ പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പ് വന്ന് ധാരാളം ഉറുമ്പുകൾ ചത്തിട്ടുണ്ടാവും. ആ ചത്ത ഉറുമ്പിനെ സ്പൂണ് കൊണ്ട് ഈ പഞ്ചസാര കോരുന്ന സമയത്ത് ആ പഞ്ചസാരയിൽ ചത്ത ഉറുമ്പുണ്ടാവും. അത് നമ്മൾ നേരെ ചായയിലേക്ക് ഇടുകയാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ചായ നജസാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് ആ ചായ കുടിക്കൽ ഹറാമാണ്. അത് പിന്നെ ചത്തത് ഉറുമ്പല്ലേ എന്ന് കരുതിയിട്ട് കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ വിഷയം യഥാർത്ഥത്തിൽ നാം ജീവനോടുക്കനെ ഉറുമ്പിനെ ഇട്ട് പിന്നീട് ഉറുമ്പ് ചത്തുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, കാരണം അതിന് ഒലിക്കുന്ന രക്തമല്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? ചത്തതായ ശവത്തെ നാം ഇഷ്ടാനുസരണ പ്രകാരം ഇട്ട് കഴിഞ്ഞാൽ അവിടെ നജസാകും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഈ ഇട്ട ആള് മതശാസനകൾക്ക് വിധേയമാക്കപ്പെടാത്തവനാണെങ്കിലും ശരി, മുക്കല്ലഫ് അല്ലാത്ത വ്യക്തിയാണ് ഇട്ടവൻ, ചെറിയൊരു കുട്ടിയാണെന്ന് വെക്കുക, എന്നാലും ശരി ഇവിടെ ഈ ശവം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നജസാകുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. വലാ അസറ ലിത്തൊർഹിൽ ഹയ്യി മുത്ലഖൻ. എന്നാൽ ജീവനുള്ള, ഈ പറയപ്പെട്ടതിൽ നിന്നും ജീവനുള്ള വസ്തുക്കൾ ഇട്ടാൽ അതിന് യാതൊരു പ്രശ്നമല്ല. മുത്ലഖൻ, അത് വെള്ളത്തിൽ നിന്നും ഉണ്ടാവുന്നതാവട്ടെ അതല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നും ഉണ്ടാവാത്തതാവട്ടെ, എങ്ങനെയാണെങ്കിലും ജീവനുള്ള വസ്തുവിനെ ഇട്ട് പിന്നീട് അത് ചത്താൽ അത് ഒലിക്കുന്ന രക്തം ഇല്ലാത്തതാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് നാം മനസ്സിലാക്കുക. വഖ്താറ കസീറൂന മിൻ അയിമ്മത്തിന. ഇനി മുസന്നിഫ് മറ്റൊരു വിഷയത്തിലേക്കാണ് സൂചന നൽകുന്നത്. അതായത് നാം ഇതുവരെയും പറഞ്ഞത് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേരൽ കൊണ്ട് തന്നെ നജസാകുന്നതാണ്. അവിടെ പിന്നീട് എന്തു വേണ്ട, പകർച്ചയാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതിൽ മാലിക്കി ഇമാമിന്റെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം നമ്മുടെ അയിമ്മത്തിൽ നിന്നും അധികരിച്ച ആളുകളും അതിനെ മുഖ്താറാക്കിയിട്ടുണ്ട് എന്ന് മുസന്നിഫ് ഈ വിഷയം ഇവിടെ ഉദ്ധരിക്കണ്. വഖ്താറ കസീറൂന മിൻ അയിമ്മത്തിന. നമ്മുടെ അയിമ്മത്തിൽപ്പെട്ട അധികരിച്ച ആളുകളും മുഖ്താറാക്കിയിരിക്കുന്നു മദ്ഹബ മാലിക്കിൻ, മാലിക്കി ഇമാമിന്റെ മദ്ഹബിനെ. അതെന്താണ്? അന്നൽ മാ ലാ യൻജുസു മുത്ലഖൻ. വെള്ളം ലാ യൻജുസു, അത് നജസാകുന്നതല്ല, മുത്ലഖൻ, മുത്ലഖൻ നിലക്ക്. ഇവിടെ മുത്ലഖ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ ഈ മുത്ലഖ് എന്ന് കേൾക്കൽ തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ നേരമായി. ഒന്ന് മുത്ലഖായ വെള്ളം ഒന്ന് വേറെ. ഇവിടെ ഉദ്ദേശിക്കുന്ന മുത്ലഖൻ എന്ന് പറഞ്ഞാൽ അത് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാവട്ടെ അതല്ലെങ്കിൽ 2 കൊല്ലത്തോ അതിനേക്കാൾ കൂടുതലുള്ള വെള്ളമാവട്ടെ, 2 കൊല്ലത്താവട്ടെ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാവട്ടെ, എങ്ങനെയായാലും വെള്ളം നജസാകുന്നതല്ല. ഇല്ലാ ബിത്തഗയ്യുരി, പകർച്ച കൊണ്ടല്ലാതെ. പകർച്ച കൊണ്ട് മാത്രമേ വെള്ളം നജസാവുകയുള്ളൂ. അതിന്റെ നിറമോ രുചിയോ മണമോ ഇങ്ങനെ പകർച്ചകൾ സംഭവിച്ചെങ്കിൽ മാത്രമേ 2 കൊല്ലത്തിൽ താഴെയുള്ളതാവട്ടെ അതല്ലെങ്കിൽ 2 കൊല്ലത്ത് വെള്ളമാവട്ടെ, വെള്ളം നജസാകണമെങ്കിൽ പകർച്ചയാവണം എന്ന മാലിക്കി ഇമാമിന്റെ മദ്ഹബ് നമ്മുടെ അയിമ്മത്തിൽപ്പെട്ട അധികരിച്ച ആളുകളും മുഖ്താറാക്കിയിട്ടുണ്ട് എന്ന് മുസന്നിഫ് റഹിമഹുല്ലാ ഇവിടെ വിവരിക്കുകയാണ്. ഇത് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, ഫത്ഹുൽ മുഈനിലും ഉണ്ട്, അതുപോലെ തുഹ്ഫയിലും ഈ ഇബാറത്തുണ്ട്. തുഹ്ഫയിൽ അല്പം കൂടെ കൂടുതലുണ്ട്. തൈസീരിൻ നാസി, ജനങ്ങൾക്ക് എളുപ്പമാവാൻ വേണ്ടി എന്നും കൂടെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ ചില സന്ദർഭങ്ങളിൽ, ഇത്രയും കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ടി വരും. ഞാൻ സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇന്ന് ആധുനിക
സംവിധാനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോ വാഷ് മെഷീൻ അത് പല ഐറ്റംസുകളായിട്ട് ഇന്ന് സുലഭമായിട്ട് ഫുലൂസ് ഉണ്ടെങ്കിൽ ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ എന്റെ അറിവിൽ ഈ വാഷ് മെഷീന് 2 ഐറ്റംസ്, ഞാൻ അതൊന്ന് വിവരിക്കാം. അതായത് ഒന്ന്, സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ ആദിയാണ്, സാധാരണഗതിയിൽ നമ്മൾ അലക്കുക. അതായത് അതിന് 2 ഹോൾസ് ഉണ്ടാവും, അതായത് 2 പാത്രം, ഒന്ന് അലക്കാനും മറ്റൊന്ന് അതിനെ ഒലുമ്പിയെടുക്കാനും ഉണക്കിയെടുക്കാനും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന് സാധാരണഗതിയിൽ അതുപോലെ നാം തിരുമ്പുന്നത് 2 നിലക്കാണ്. ഒന്ന് തിരുമ്പുന്നത് മനുഷ്യന്റെ ശരീരത്തിലുള്ള വിയർപ്പ്, ആ വിയർപ്പിന്റെ മണം വസ്ത്രങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് തിരുമ്പാറുള്ളത്. അത് നജസല്ല, വിയർപ്പ് നജസല്ല. അതുകൊണ്ട് എന്തില്ല, അങ്ങനത്തത് മാത്രം തിരുമ്പുകയാണെങ്കിൽ എങ്ങനെയായാലും പ്രശ്നമല്ല. ഇനി നജസ് ഉണ്ട് എങ്കിൽ ഏറ്റവും സൂക്ഷ്മത ഈ നജസിനെ ആദ്യം നാം കഴുകി വൃത്തിയാക്കുക. എന്ത്, ഈ വാഷ് മെഷീനിൽ അല്ലാതെ നമ്മുടെ കൈ കൊണ്ട് വാഷ് മെഷീന്റെ പുറത്ത് എന്ത് ചെയ്യുക, നജസ് വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് അതിൽ വാഷ് മെഷീനിൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, തിരുമ്പാം. അങ്ങനെയാണെങ്കിൽ യാതൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതല്ല, ഇനി ഈ നജസ് നാം വാഷിംഗ് മെഷീനിലൂടെ തന്നെയാണ് ശുദ്ധീകരിക്കുന്നത് എങ്കിൽ തിരുമ്പിക്കഴിഞ്ഞാൽ, അലക്കിക്കഴിഞ്ഞാൽ പിന്നീട് അതിനെ നാം ഉണക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യുക, അതായത് നാം അതിനെ പിഴിയുന്നതിന്റെ മുമ്പായിട്ട്, ഉണക്കുന്നതിന്റെ മുമ്പായിട്ട് അതിന്റെ മേൽ ശരിക്ക് വെള്ളം ഒഴിക്കണം. ഈ വെള്ളം ഒഴിക്കുമ്പോൾ നാം ആ ഉണക്കുന്ന ആ പാത്രം ഉണ്ടല്ലോ, മെഷീനിലുള്ള പാത്രം, അവിടെ ശ്രദ്ധിക്കണം. അതിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ അത് 2 ഐറ്റംസ് ഉണ്ട്, കെട്ടി നിൽക്കുന്നതുണ്ട്, കെട്ടി നിൽക്കാത്തതുണ്ട്. കെട്ടി നിൽക്കാത്ത മെഷീനാണെങ്കിൽ യാതൊരു പ്രശ്നമല്ല. കെട്ടി നിൽക്കുന്ന മെഷീനാണെങ്കിൽ അത്തരം മെഷീനുകളിൽ വെച്ച് നാം ഒലിമ്പിയാൽ ഷാഫി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായ പ്രകാരം അത് മൊത്തത്തിൽ ശുദ്ധിയാവൂല എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു മെഷീൻ ഫുൾ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ വെള്ളം അങ്ങ് തിരിച്ചു കൊടുത്താൽ അത് തിരുമ്പി ഒലുമ്പി എല്ലാതും കഴിഞ്ഞ് ഉണക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, വസ്ത്രം അതിൽ നിന്ന് എടുക്കാൻ കഴിയുന്നത്. ആ മെഷീന് ഒറ്റ ഹൗള ഉണ്ടാകാം, ഒറ്റ പാത്രം ഉണ്ടാകാം. പക്ഷെ അവിടെ പ്രശ്നമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. എന്താണ്, അതായത് അതിന് ഒരു പൈപ്പ് ഉണ്ട് ബാക്കിലൂടെ. ആ പൈപ്പ് അതിന്റെ ബാക്കിൽ നിന്നും എടുത്ത് നേരെ താഴെ വെച്ചാൽ വെള്ളം ചെയ്യും, അങ്ങ് ഒഴിഞ്ഞു പോകും. അപ്പോൾ ഒലുമ്പുന്ന സന്ദർഭത്തിൽ എന്തു ചെയ്യണം, നാം ഉണക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ വകയായി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ പോയി എന്താവും, എല്ലാതും ശുദ്ധിയായി വരും എന്ന് നാം മനസ്സിലാക്കുക. അതല്ലാത്ത രൂപത്തിലൊക്കെ നമ്മൾ തിരുമ്പുമ്പോ വളരെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണം, നാം ഇവിടെ മുസന്നിഫ് പറഞ്ഞതുപോലെ ഈ അഭിപ്രായം അത് മുഖ്തറാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മുസന്നിഫ് റഹിമഹുല്ല പറഞ്ഞതാണ്, എന്ത്, അധികരിച്ച ആളുകളും നമ്മുടെ അയിമ്മത്തിൽ നിന്ന് തന്നെ അധികരിച്ച ആളുകളും. ഇവിടെ ഈ മസ്ലഹത്തിൽ ആമ എന്ന ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളുടെ മുഖദ്ദമയെല്ലാം കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സ്വീകരിക്കാം. അതല്ലാതെ ഓരോ ആളുകളും സ്വന്തം ഇതൊക്കെ മസ്ലഹത്താണ് എന്ന് തീരുമാനിച്ച് നാം ഓരോ കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പാടുള്ളതല്ല. ഈ കാര്യം സാന്ദർഭികമായി ഉണർത്തിയെന്ന് മാത്രം. പിന്നീട് മുസന്നിഫ് റഹിമഹുല്ല പറയുന്നു, വൽ ജാരി, ഒലിക്കുന്ന വെള്ളം, കറാക്കിദിൻ, കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വെള്ളമാണ് ഈ ഒലിക്കുന്ന വെള്ളം, അത് കുറഞ്ഞു ഒലിക്കുന്ന വെള്ളമാണ്, 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളമായിട്ടാണ് ഒലിക്കുന്നത് എങ്കിൽ അതിൽ നജസ് ചേരൽ കൊണ്ട് തന്നെ നജസാവും. ഏതുപോലെ തന്നെ നാം കെട്ടി നിൽക്കുന്ന വെള്ളമാണെങ്കിൽ അത് 2 കുല്ലത്തിൽ താഴെയുള്ളതാണെങ്കിൽ നജസ് ചേരൽ കൊണ്ട് തന്നെ നജസാവും. അതുപോലെ കുറഞ്ഞൊലിക്കുന്ന വെള്ളവും അതുപോലെ തന്നെ നജസാവും. 2 കുല്ലത്തുണ്ടെങ്കിൽ പകർച്ചയായെങ്കിൽ മാത്രമേ നജസാവുകയുള്ളൂ. ഇവിടെയും നാം ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ നാം ടാങ്കികൾ നിർമ്മിച്ചിട്ടുണ്ടാകും. നമ്മുടെ വീടുകളിലെല്ലാം ടാങ്കികൾ നിർമ്മിച്ചിട്ടുണ്ടാവും, വെള്ള സംഭരണി. ആ ടാങ്കിൽ നിന്നും
നാം ഉദ്ദേശിച്ച ബാത്റൂം, അതുപോലെ അടുക്കള, ഇത്രയും സ്ഥലങ്ങളിലേക്ക് നമ്മുടെ സൗകര്യപ്രകാരം അതിൽ നിന്നും പൈപ്പ് ലൈനിലൂടെയാണ് വെള്ളം എത്താറുള്ളത്. അപ്പോൾ ടാങ്ക് 2 കൊല്ലത്ത് ഉണ്ടെങ്കിലും 200 ലിറ്ററിന്റെ ടാങ്ക് വാങ്ങണം എന്ന് മുമ്പ് നാം ഉണർത്തിയിരുന്നു. അങ്ങനെ 2 കൊല്ലത്ത് ടാങ്ക് ഉണ്ടെങ്കിലും അതിൽ നിന്നും വരുന്ന വെള്ളം, അതിൽ നിന്നും ഒലിച്ചു വരുന്ന പൈപ്പ് ലൈനിലൂടെ വരുന്ന വെള്ളം, ആ വെള്ളമാകെ ആ പൈപ്പ് 1 ഇഞ്ച് ടാങ്കിന്റെ അടുത്താകുമ്പോൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബാത്റൂമിലേക്കും വരുമ്പോൾ അത് 1/2 ഇഞ്ചേ ഉണ്ടാവുള്ളൂ. ഈ രൂപത്തിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അതൊന്നും 2 കൊല്ലത്തിന്റെ നിയമത്തിലല്ല വിടുക. അതൊക്കെ എന്താണ്, 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിന്റെ ഹുക്കുമാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാണ്, നമ്മുടെ ഈ ടാങ്ക് അടക്കാത്ത സന്ദർഭങ്ങളിൽ കാക്ക പോലത്തെ ജീവികൾ വല്ല ശവവും ഭക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങൾ, അതിന്റെ തലയോ എന്തെങ്കിലും കൊണ്ടുവന്ന് അത് ടാങ്കിയിൽ നിക്ഷേപിച്ചു. പക്ഷെ ടാങ്കിയിൽ അത് ഇട്ടതിന് ശേഷം ടാങ്കിയിൽ നിന്നും വരുന്ന ആ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഈ സാധനം പോയി നിന്നാൽ പിന്നെ അതിലൂടെ വരുന്ന വെള്ളം മുഴുവനും നജസായിരിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ സാധാരണ ഉണ്ടാവാറില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാരല്ല എന്ന് കരുതാൻ പാടുള്ളതല്ല. വഫിൽ ഖദീമി, ഖദീമായ അഭിപ്രായത്തിൽ ലാ യൻജുസു ഖലീലുഹു, അതിൽ നിന്നും കുറഞ്ഞത് നജസാകുന്നതല്ല, ബിലാ തഗയ്യുരിൻ, പകർച്ച കൂടാതെ. അതന്നെ ഖലീലായ വെള്ളം അത് നജസാകുന്നതല്ല, ബിലാ തഗയ്യുരിൻ, പകർച്ച കൂടാതെ. വഹുവ മദ്ഹബു മാലിക്കിൻ, അത് മാലിക് ഇമാമിന്റെ മദ്ഹബാണ്. കാരണം ഖദീമായ അഭിപ്രായമാണ്. ഇവിടെ വിഷയം എന്താണ്? ഖദീമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു മിസ്റിൽ നിന്നും പറഞ്ഞ അഭിപ്രായത്തിനാണ് ജദീദായ അഭിപ്രായം, ഖൗലൻ ജദീദൻ. ജദീദായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മഹാനായ ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ആ മിസ്റിൽ നിന്നാണ് മഹാനായ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഗ്രന്ഥരചന കൂടുതൽ നടത്തിയിട്ടുള്ളത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഫിഖ്ഹിന്റെ ഒരു ക്രോഡീകരണം, ഷാഫി ഇമാമിന്റെ ജദീദായ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടായത്. അതാണ് ഷാഫി മദ്ഹബായിട്ട് ഇന്ന് അറിയപ്പെടുന്നതും. ആ ഖദീം ജദീദ് അഭിപ്രായം മിസ്റിൽ നിന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ മുമ്പ് ഇറാഖിൽ നിന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ മിസ്റിന്റെ മുമ്പ് ഏതെല്ലാം രാജ്യങ്ങളിലുണ്ട്, പ്രബലമായിട്ട് ഏതെല്ലാം രാജ്യങ്ങളിൽ മഹാനുഭാവൻ ജീവിതം നയിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അതൊക്കെ മിസ്റിന്റെ മുമ്പാണെങ്കിൽ, മിസ്റിലേക്ക് വരുന്നതിന്റെ മുമ്പാണെങ്കിൽ അതൊക്കെ ഖദീമായ അഭിപ്രായമായിരിക്കും. ഈ ഖദീമായ അഭിപ്രായം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖദീമായ അഭിപ്രായം അധികരിച്ചതും മാലികി ഇമാമിനോട് യോജിച്ചിട്ടാണ് വരാറുള്ളത്. എന്തുകൊണ്ട്? മഹാനുഭാവന്റെ ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രഥമ ഗുരുവാണ് മാലികി ഇമാമ്. അതുകൊണ്ട് തന്നെ മാലികി ഇമാമിന്റെ അടുക്കലായിരുന്നു ഇറാഖിൽ നിന്നും അതുപോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ മാലികി ഇമാമിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ വിജ്ഞാനം അനുസരിച്ചാണ് മഹാനായ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഇജ്തിഹാദ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാലികി ഗുരുവിനോട് എന്താവും, വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുമ്പൊക്കെ ആദ്യം ഗുരുവിന്റേതായ അഭിപ്രായത്തിനോട് യോജിച്ചുകൊണ്ടായിരിക്കും. പിന്നീട് ഷാഫി ഇമാം അതിൽ നിന്ന് മാറാനുള്ള കാരണം, ഷാഫി ഇമാം വെറുതെ മാറിയതല്ല, ഇജ്തിഹാദിന് യോഗ്യനായ മഹാനായ ഇമാമാണ്. അതുകൊണ്ട് തന്നെ ഷാഫി ഇമാം മിസ്റിൽ വന്ന സന്ദർഭത്തിൽ അവിടെ മഹാനായ ഔസാഇ ഇമാം, അതുപോലെ ലൈസ് ഇബ്നു സമർഖന്ദി റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനത്തെ ഒരുപാട് പണ്ഡിതന്മാര് അവിടെ നിന്നും, ഷാഫി ഇമാമിന്റെ ഉസ്താദുമാരാണ് അവര്. അപ്പൊ അവിടെ നിന്നും ഷാഫി ഇമാം അവരുടെ ഫിഖ്ഹുമായിട്ട് ഇജ്തിഹാദ് ചെയ്തപ്പോൾ ഷാഫി ഇമാമിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അവസാന ഘട്ടങ്ങളിൽ ഷാഫി ഇമാമ് ഉണ്ടാക്കിയ മദ്ഹബ് എന്ന് പറഞ്ഞാൽ, ഉണ്ടാക്കിയ മദ്ഹബ് ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തിയതായ അഭിപ്രായങ്ങൾ, ആ അഭിപ്രായം അത് ഖദീമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മിസ്റിന്റെ മുമ്പുള്ള രാജ്യങ്ങളിൽ നിന്ന്, ഇറാഖ് പോലത്തെ രാജ്യങ്ങളിൽ നിന്നും ഷാഫി ഇമാം രേഖപ്പെടുത്തിയ അഭിപ്രായമാണ് ഖദീം. ആ ഖദീം മാലിക് ഇമാമിന്റെ അഭിപ്രായത്തിനോട് യോജിച്ചുകൊണ്ടാണെന്ന് ചുരുക്കം. ഖാല ഫിൽ മജ്മൂഇ, മജ്മൂഇൽ പറഞ്ഞിരിക്കുന്നു, സവാഉൻ കാനത്തിൻ നജാസതു മാഇഅതൻ ഔ ജാമിദതൻ, നജസ്, നാം ഈ പറഞ്ഞ നജസ്, ആ നജസുകൾ അത് മാഇഅതൻ ദ്രാവകമായ നജസാവട്ടെ അതല്ലെങ്കിൽ ഉറച്ച നജസാവട്ടെ, എങ്ങനെയായാലും ഈ വിഷയത്തിൽ എന്താണ്, സമമാണ്. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ അതിൽ ചേർന്നാൽ തന്നെ നജസാകും എന്നുള്ള വിഷയത്തിൽ അത് മായി ആയാലും അതല്ലെങ്കിൽ ജാമിദായാലും
ഉണങ്ങിയതാണെങ്കിലും എങ്ങനെയാണെങ്കിലും സമമാണ്. ഇനി പറയുന്നു വൽമാഉൽ ഖലീലു, കുറഞ്ഞ വെള്ളം, ഇദാ തനജ്ജസ, കുറഞ്ഞ വെള്ളം നജസായി കഴിഞ്ഞാൽ യത്ഹുറു ബിബുലൂഗിഹി ഖുല്ലതൈൻ, 2 ഖുല്ലത്ത് വെള്ളം എത്തലുകൊണ്ട് ശുദ്ധിയാവുന്നതാണ്. വലൗ ബിമാഇൻ മുതനജ്ജിസിൻ, അത് മുതനജ്ജിസായ വെള്ളം കൊണ്ടാണെങ്കിലും ശരി. ഹൈസു ലാ തഗയ്യുറ ബിഹി, ആ മുതനജ്ജിസ് കൊണ്ട് പകർച്ചയായിട്ടില്ലെങ്കിൽ, മുതനജ്ജിസ് കൊണ്ട് പകർച്ചയാകാത്ത സന്ദർഭത്തിൽ മുതനജ്ജിസായ വെള്ളം കൂട്ടിയിട്ടാണെങ്കിലും ശരി, 2 ഖുല്ലത്തിൽ താഴെയുള്ള വെള്ളം 2 ഖുല്ലത്തായി എത്തിയാൽ അത് ശുദ്ധിയാകുന്നതാണ്. ഇത് ഏത് കുറഞ്ഞ വെള്ളം നജസായി കഴിഞ്ഞു. ഇനി ആ വെള്ളം എങ്ങനെ നമുക്ക് ശുദ്ധീകരിക്കാം? അതിന്റെ ഒരു രൂപമാണ് പറഞ്ഞത്. എന്ത്? ആ കുറഞ്ഞതായ വെള്ളം 2 ഖുല്ലത്ത് വെള്ളം എത്തിക്കുക. അത് മുതനജ്ജിസായ വസ്തു കൊണ്ടാണ്. നജസ് കഴുകിയുള്ള ബാക്കിയുള്ള വെള്ളം, മുതനജ്ജിസായ വെള്ളം ഉണ്ടാവുമല്ലോ, ആ മുതനജ്ജിസായ വെള്ളമാണെങ്കിലും ശരി. ഹൈസു ലാ തഗയ്യുറ ബിഹി, അതുകൊണ്ട് പകർച്ച ഉണ്ടാകാൻ പാടില്ല. വൽ കസീറു, അധികരിച്ച വെള്ളം യത്ഹുറു, അത് ശുദ്ധിയാകും. ബിസവാലി തഗയ്യുരിഹി, അതിന്റെ പകർച്ച നീങ്ങൽ കൊണ്ട്. കാരണം അധികരിച്ച വെള്ളം, 2 ഖുല്ലത്ത് വെള്ളം നജസാകണമെങ്കിൽ തന്നെ പകർച്ച വേണം. ആ പകർച്ച നീങ്ങൽ കൊണ്ട് ബിനഫ്സി, സ്വമേധയാ അത് പകർച്ച നീങ്ങി. കുറെ കാലം അങ്ങനെ കെട്ടിയിരുന്നപ്പോ അതിന്റെ ആ മണമോ രുചിയോ എന്താണോ പകർച്ചയായിട്ട് ആ പകർച്ച മാറിക്കഴിഞ്ഞു, എന്നാൽ ശുദ്ധിയാകുന്നതാണ്. ഔ ബിമായിൻ, അല്ലെങ്കിൽ വെള്ളം കൊണ്ട്, സീദാലി, അതിന്റെ മേൽ കൂടുതലാക്കപ്പെട്ട വെള്ളം കൊണ്ട്. ഔ നുഖിസാൻഹു, അല്ലെങ്കിൽ അതിനെ തൊട്ട് ചുരുക്കപ്പെട്ടു. ഏത് സ്ഥിതിയിൽ? വക്കാനൽ ബാക്കി, ആ ബാക്കിയുള്ള വെള്ളം കസീറൻ, അധികരിച്ചു, 2 ഖുല്ലത്ത് വേണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുളം, ആ കുളത്തിൽ 2 or 4 ഖുല്ലത്ത് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ആ 2 ഖുല്ലത്ത് വെള്ളം, ചെറിയ ഒരു കുളം അല്ലെങ്കിൽ തോട് എന്താവട്ടെ, കെട്ടി നിൽക്കുന്ന വെള്ളമായിരുന്നു. ആ വെള്ളം 4 ഖുല്ലത്ത് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ പോത്തുകളെ കഴുകിയിട്ട് എന്ത് ചെയ്തു? മൊത്തത്തിൽ വാസനിച്ച് അതെന്ത് ചെയ്തു? പകർച്ചയോടുകൂടെ നജസായി. പിന്നെ അത് ശുദ്ധിയാവാനുള്ള മാർഗം എന്താ? ഒന്നിരിക്കൽ അതിന് തേവിയിട്ട് ആ 4 ഖുല്ലത്ത് 2 ഖുല്ലത്താക്കി. അങ്ങനെ 2 ഖുല്ലത്ത് ആക്കിയപ്പോ എന്ത് ചെയ്തു? എല്ലാ പകർച്ചയും നീങ്ങിയിട്ടുണ്ട്. മണല്ല, രുചിയില്ല, വാസനയില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ അത് ശുദ്ധിയാകുന്നതാണ്. അതല്ലെങ്കിൽ ഒരു 10 ലോഡ് വെള്ളം വേറടിച്ചു, അങ്ങനെ ശുദ്ധിയായി, എന്നാലും പ്രശ്നമല്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്ത്? ഈ വെള്ളം ഇങ്ങനെ പകർച്ചയായി, ഇപ്പൊ വാസന കൊണ്ടാ പകർച്ചയായിട്ടുള്ളത്. ഇങ്ങനെ വാസന കൊണ്ട് പകർച്ചയായപ്പോ അത് ശുദ്ധിയാക്കാൻ വേണ്ടി സർഫ് അതുപോലത്തെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ വാസന നീക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ശുദ്ധിയാകുന്നതല്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. എങ്ങനെ? നജസായത് ശുദ്ധിയാവൂല. ചിലപ്പോൾ അതിലുള്ള അണുക്കളൊക്കെ എന്ത് ചെയ്യാം? ശാസ്ത്രീയമായിട്ടൊക്കെ ശുദ്ധീകരിക്കാൻ കഴിയും. പക്ഷെ എന്തില്ല, നജസായ വെള്ളം അത് 2 ഖുല്ലത്തായ വെള്ളമാണെങ്കിൽ അത് ഒന്നിരിക്കൽ സ്വമേധയാ അത് ശുദ്ധിയാവണം. അതല്ലെങ്കിൽ വെള്ളം അതിൽ കൂടുതലായിട്ട് ഒഴിക്കണം, അങ്ങനെ ശുദ്ധിയാവണം. ഇതേ രീതിയിലല്ലാതെ മറ്റൊരു മാർഗം സ്വീകരിച്ചുകൊണ്ട് ശുദ്ധിയാക്കാൻ കഴിയുകയില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സർവശക്തനായ റബ്ബ് നല്ല കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.